ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1286 ദിവസമായി ഇന്ന് 2024 നവംബർ മാസം 21 തീയതി വ്യാഴാഴ്ച. 1200 ആണ്ട് വൃശ്ചിക മാസം 6 തീയതി. ഗുരുവചനങ്ങളിലൂടെ ഏത് പ്രവൃത്തിക്കും ഒരു ഉദ്ദേശ്യം വേണം, ഒരു ലക്ഷ്യവും. ഏത് പ്രവൃത്തിക്കും ഒരു ഉദ്ദേശ്യം വേണം, ഒരു ലക്ഷ്യവും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവന് പ്രിയമുള്ള ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന സത്യവ്രത സ്വാമികളെക്കുറിച്ചുള്ള ഒരു വിവരണത്തിൻ്റെ 1-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സ്വാമിക്ക് ഏറ്റവുമധികം പ്രിയമുള്ള ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സ്വാമി സത്യവ്രതൻ. പല നിലകളിലും തനിക്ക് അഭിമാനം വളർത്തിയ ഒരു വത്സല ശിഷ്യനായി അദ്ദേഹത്തെക്കുറിച്ച് സ്വാമി പലരോടും സംസാരിക്കുകയും ചെയ്തിരുന്നു. ചങ്ങനാശ്ശേരി മാമ്പിഴക്കരയിലുള്ള ഭേദപ്പെട്ട ഒരു നായർ തറവാട്ടിലാണ് 1069 കുംഭം 26 വിശാഖം നക്ഷത്രത്തിൽ സത്യവ്രതൻ ജനിക്കുന്നത്. അച്ഛനമ്മമാർ അദ്ദേഹത്തിന് നൽകിയ പേര് അയ്യപ്പൻ പിള്ള എന്നായിരുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു മലയാളം പള്ളിക്കൂടത്തിൽ അധ്യാപകനായി അദ്ദേഹം ജോലി നോക്കി. 1913 പത്രങ്ങളും പുസ്തകങ്ങളും വായിക്കാൻ അയ്യപ്പൻ പിള്ളയ്ക്ക് അസാമാന്യമായ കൗതുകമുണ്ടായിരുന്നു. മാത്രമല്ല, ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം സജീവമായ താൽപ്പര്യം കാണിക്കുകയും ചെയ്തു. സ്വാഭാവികമായും നാരായണ ഗുരുസ്വാമി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആചാരങ്ങളും മാമൂലുകളും അനുസരിച്ച് ജീവിച്ചു പോന്ന അയ്യപ്പൻ പിള്ള തെല്ല് പരിഹാസത്തോടെയാണ് സ്വാമികളെക്കുറിച്ചുള്ള കഥകൾ കേട്ടത്. അവിശ്വസനീയമായ അത്ഭുത കഥകൾ സ്വാമിയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതിൽ ഭക്തജനങ്ങൾ കാണിച്ച ചാതുര്യം അനൽപമാണല്ലോ. ആ സ്ഥിതിക്ക് കേവലം ഒരു കൺകെട്ട് വിദ്യക്കാരൻ്റെ നിലയിലാണ് അയ്യപ്പൻ പിള്ളയുടെ സങ്കല്പത്തിൽ സ്വാമി തെളിഞ്ഞു നിന്നത്. ഏതായാലും സ്വാമിയെ നേരിൽ കാണണമെന്ന ആഗ്രഹം ആ യുവാവിൻ്റെ മനസ്സിൽ അങ്കുരിച്ചു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.